1700 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സത്യവിശ്വാസത്തിന്റെ കടക്കെ കത്തിവെക്കുന്ന പാട്ടാ ഇസ്രായേൽ നാഥൻ. ആ പാട്ടിന്റെ പ്രത്യേകത അറിയോ? അറിയില്ല. ഈ ബൈബിൾ ടോട്ടലി ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം ഫുൾഫിൽ ആയി കഴിഞ്ഞാണ്. ബൈബിളിലെ പ്രവചനങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം ബിബ്ലിക്കൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ബിബ്ലിക്കൽ ഇസ്രായേൽ ഡൺ അവേ AD 70 ഡൺ അവേ ആയി. AD 70 കൊണ്ട് അത് തീർന്നു. ഇന്നുള്ള ഈ കാണുന്ന ഇസ്രായേൽ ബിബ്ലിക്കൽ ഇസ്രായേൽ അല്ല. അതുകൊണ്ട് ഒത്തിരി ക്രിസ്ത്യാനികൾ, ഈവൻ കത്തോലിക്കരും യാക്കോബക്കാരും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം ഈ സത്യത്തിൽ അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. ഇത് 1700 വാർഷിക നിക്ക സുന്നോദോസിന്റെ ഈ ജൂൺ മാസം, മെയ് ജൂൺ മാസങ്ങളിലാണ് AD 325 1700 വർഷമായി. 1700 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സത്യവിശ്വാസത്തിന്റെ കടക്കെ കത്തിവെക്കുന്ന പാട്ടാ ഇസ്രായേലിൻ നാഥൻ. ആ പാട്ടിന്റെ പ്രത്യേകത അറിയോ? അറിയില്ല. ഇസ്രായേലിൻ നാഥനായി വാഴുന്ന ഏക ദൈവം മണ്ണിൽ മനുഷ്യനായെന്ന എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ഏകദൈവമാണ് യേശുക്രിസ്തുവായിട്ട് വന്നതെന്നാണ് ഈ പാട്ട് പാടുന്നത്. അത് ക്രിസ്ത്യ വിശ്വാസത്തിനെതിരാ. കാരണം നമ്മുടെ വിശ്വാസത്തിൽ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ആൻഡ് സെൻഡ് ഹിസ് സൺ. അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചു, ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നുള്ളതാണ് ക്രിസ്ത്യ വിശ്വാസം. പക്ഷെ ഈ പാട്ട് എന്നാന്നറിയോ? ഇസ്രായേലിൻ നാഥനായി. ഈ പാട്ട് യാക്കോബായിലെ അച്ഛന്മാര് കൈകൊട്ടി പാടുമ്പം യാക്കോബായിലെ മെത്രാച്ചന്മാരും തലയാട്ടി നിൽക്കും. ഓർത്തഡോക്സിലെ മെത്രാന്മാരും ഈ പാട്ട് പാടും. കത്തോലിക്ക ബിഷപ്പുമാര്, കത്തോലിക്ക ഗായക സംഘം ഈ പാട്ട് പാടും. കത്തോലിക്കരെ ഇത് ഉണ്ടാക്കിയത്. പെന്തക്കോസുകാരും പാടും. അപ്പൊ പെന്തക്കോസുകാരും കത്തോലിക്കരും ബ്രദറൻകാരും എല്ലാവരും ചേർന്ന് ഈ 1700 വർഷം മുമ്പ് നിക്കിയായിൽ ചേർന്ന് സത്യവിശ്വാസം പ്രഖ്യാപിച്ച പിതാക്കന്മാരെ അവഹേളിക്കുന്ന, അവരുടെ പള്ളയ്ക്ക് കത്തി കയറ്റുന്ന, അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന പാട്ടാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ക്രിസ്തീയ ഗാനം. ഇത് മോസ്റ്റ് പോപ്പുലർ ക്രിസ്ത്യൻ സോങ് ഇൻ മലയാളം. ഇറക്കിയത് അതെ, ആര് പാട്ടേ. പക്ഷെ ഈ പാട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. ഈ ഇസ്രായേലിന്റെ നാഥനായ ഏക ദൈവം എന്ത് ചെയ്തു? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, പിന്നെ മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. കുഴപ്പമില്ല, ബിബ്ലിക്കൽ നരേഷനാ. അത് കഴിഞ്ഞ് പറയാണ് അദ്ദേഹം എന്ത് ചെയ്തു? തിരുനീളവും ദിവ്യഭോജ്യവുമായ. അപ്പം ഇസ്രായേലിന്റെ ഏകദൈവം ഇവിടെ വന്ന് കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടാൻ പറ്റിയത് സെബാസ്റ്റ്യൻ പുന്നക്കലിനും മറ്റേ റീന ഫ്രാൻസിസിനും ഒക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അവര് ഘോഷിക്കുന്ന വിശ്വാസമാണ് ആ പാട്ടിലുള്ളത്, സത്യവിശ്വാസമല്ല. പക്ഷെ ഇവിടെയുള്ള മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും എല്ലാം ഭാഷമാർക്കും എല്ലാം വലിയ ഇഷ്ടം ആ പാട്ട്. ഇതുപോലെ തന്നെയാണ്, ഇതെല്ലാം ഹെററ്റിക് സോങ്ങുകളാണ്. അല്ല, ഇത് പറഞ്ഞു തന്നില്ല. ഇസ്രായേലിൻ ദൈവം എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ഇസ്രായേൽ അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ചോദിച്ചു.